ആ വരൂ വരൂ. നമസ്കാരം സർ. ആ നമസ്കാരം. സാവിത്രി ഈ നാട്ടിലെ വലിയ ആളായെന്നൊക്കെ കേട്ടല്ലോ. ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകയായിക്കൂടെ? വലിയ ആളൊക്കെ നിങ്ങളെപ്പോലുള്ള രാഷ്ട്രീയക്കാർക്ക്. ഞാനൊരു എളിയ സേവനം ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ ജനങ്ങളെ സേവിക്കാൻ രാഷ്ട്രീയ പാർട്ടിയിൽ ചേരേണ്ട ആവശ്യമുണ്ടോ സർ? അതും ശരിയാണ്. അച്ഛന് വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല. സ്ത്രീകൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം കിട്ടാത്തതിന് സമൂഹത്തിലെ ഉന്നതന്മാർക്കൊപ്പം രാഷ്ട്രീയക്കാർക്കും പങ്കുണ്ടെന്ന് ഞങ്ങൾ പറയുന്നു. അങ്ങേ അതിൽ നിന്നും വിഭിന്നമായി കണ്ടതുകൊണ്ട് വകുപ്പ് മന്ത്രിക്ക് തന്നെ നിവേദനം നൽകാൻ തീരുമാനിച്ചു. എന്നെ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതാണെങ്കിൽ ഞാൻ ചെയ്യാം. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയാണെന്ന് സാവിത്രി ഓർക്കണം. മനുഷ്യന്റെ നന്മയ്ക്ക് എടുക്കേണ്ടതായ തീരുമാനങ്ങൾക്കൊക്കെ കൂട്ടുകക്ഷി സർക്കാർ ഒരു വിലങ്ങുതടിയാവുമെങ്കിൽ പിന്നെന്തിനാ സർ ഇതും പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കണേ? സാവിത്രി, നിങ്ങളെപ്പോലുള്ളവർക്ക് പ്ലാറ്റ്ഫോമിൽ നിന്ന് എന്തും പറയാം. ഈ കസേരയിൽ കയറി ഇരുന്നാലേ അതിന്റെ വിഷമങ്ങൾ അറിയൂ. ഘടകകക്ഷികളെ നമുക്ക് വെറുപ്പിക്കാൻ ഒക്കില്ലല്ലോ. ക്ഷമിക്കണം സർ. ഒരു വിപ്ലവ പാർട്ടിയുടെ ആദർശധീരനായ ഉന്നത നേതാവെന്ന നിലയിലാണ് ഞങ്ങൾ അങ്ങയെ കാണാൻ വന്നത്. പക്ഷേ ഞാനൊന്ന് ആലോചിക്കട്ടെ. ഞാൻ രാജിവെക്കണോ? ആര് പറഞ്ഞു? ഇന്ന് തന്നെയോ? ഞാൻ ഉടനെ പുറപ്പെടുവേ. വേറെ വകുപ്പ് പോലും ഉണ്ടാവോ? ആ ശരി ശരി ശരി. ശരി ശരി, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്റെ നില തന്നെ അപകടത്തിലാ. ആദ്യം അതൊക്കെ ഒന്ന് ശരിയാവട്ടെ, എന്നിട്ടാണ് സ്ത്രീ വിമോചനമൊക്കെ. സാവിത്രി പോയിക്കോളൂ.